കാട്ടിയുണ്ട്, മലാനുണ്ട്, മുള്ളനുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഈ ഫോറസ്റ്റ് ഒന്നായിട്ട് ഇങ്ങനെ പോകുക. ആനക്കൂട്ടം ഒന്നായിട്ട്, ഏണ്ണൊക്കെ ഒന്നായിട്ട് അവിടെ വരുന്നത്. ഈ മലയിൽ ഒരു വിധം സാധിക്കുന്ന പോലെ 5 സെന്റ് വാങ്ങാൻ സാധിക്കുന്ന പോലെ ഒക്കെ പോയിരുന്നു പോയി. മോന് 6 കൊല്ലമായി മരിച്ചത്. ജനിച്ച് 4 മാസം മുതൽ ചികിത്സ 19 വയസ്സാകുന്നവരെ ചികിത്സ. കട്ടിപ്പാറ അങ്ങാടിയിൽ ഒരു ചെറിയൊരു കൂൾപ്പാറ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൂട്ടിയിട്ടിട്ട് 2 മാസമായി. 2.5 ലക്ഷം രൂപ കടമുണ്ട്. അത് കൊടുക്കാൻ ഇപ്പോൾ ഒരു മാർഗ്ഗമില്ല. മാർഗ്ഗമില്ലാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കടക്കാരെല്ലാം വന്ന് ബുദ്ധിമുട്ടാക്കിയിട്ട് ഇപ്പോൾ വീട് ഉറക്കാണ്ട് ഇപ്പോൾ 2.5 മാസമായി. ഇപ്പോൾ പിന്നെ മോൻ മരിച്ചതിൻ്റെ ശേഷം പോള് സുഖമില്ലാണ്ട് നിൽക്കുന്നു. പോളെ 6 കൊല്ലമായി പോളെ കടക്കാരിങ്ങനെ തെരഞ്ഞു വരുന്നു. ഞാൻ വീടിലേക്ക് പോകലുമില്ല. പാട്ട് പോയിക്കൂടെ അടി ചെല്ലുമ്പോഴത്തേനൊക്കെ ഓരോരുത്തർ എല്ലാവരും പൈസക്ക് ആവശ്യപ്പെട്ട് വരുന്നു. ഇപ്പം വിടാണെങ്കിൽ ഈ മോളും കഴുങ്ങ് അതിനൊക്കെ ഒരൊറ്റ കഴുങ്ങും ഇല്ലാണ്ട് സൂക്കേട് മഞ്ഞരോഗം വന്നു പോയി. മുളകും ഉണ്ടായിരുന്നു, അതും പറ്റപ്പോയി. ദുർഗവാട്ടം വന്ന് ഒന്നായിട്ടാണ് തുടങ്ങിയായിരുന്നു. ഇപ്പോഴൊന്നുമില്ല. ഞങ്ങൾ 10-50 കൊല്ലം ഉമ്മ അവിടെ വീട് വീണിട്ട് 5-8 കൊല്ലമായി. ഈ ഭാഗം ആരും ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ വോട്ടെടുക്കാനൊക്കെ വരുന്നുണ്ട്. ഓരോക്കെ അങ്ങ് തിരിച്ചു പോരുവാണ്. ആരും ഒന്നും സഹായം നന്ദിയില്ല. പിന്നെ വേനലായ ആന ഇറങ്ങി വരും. പിന്നെ പന്നിയായിട്ടൊന്നും ഉണ്ടാക്കിക്കൂടാ. അങ്ങനെയൊക്കെ ഉള്ള കുരങ്ങിൻ്റെ ശല്യമാണ്. ഞങ്ങളെന്തെങ്കിലും നട്ടാലൊന്നും ചെമ്പോ അങ്ങനത്തെ സാധനമൊന്നും കിട്ടൂല. കാല് ഒരു വാതക്കൂരുണ്ടായതാണ്. ഇപ്പോഴേക്ക് തീരെ സ്വാധീനമല്ല. ഇപ്പം അങ്ങനെ തെറിച്ച് വീഴുക, പിന്നെ കാൽക്കൊക്കെ എന്തെങ്കിലും പറ്റും. അങ്ങനെ തീരെ ഒരു സ്വാധീനമല്ല ശരീരത്ത് തന്നെ. പുറമേന്ന് വരുന്ന സഹായം കണ്ട ദൂരത്തു നിന്നൊക്കെ അങ്ങനെ നമ്മൾ വിവരം ഓല് വന്ന് അറിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓല് സഹായം വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുപോന്നിട്ട് കൊടുക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ ഉള്ളവർക്ക് കൊണ്ടൊന്നും കൊടുക്കാനാകില്ല. നാട്ടിലുള്ളവർക്ക് എല്ലാവരും ഒരുപോലെ ആർക്കൊണ്ടൊന്നും കൊടുക്കാനാകില്ല. ഞങ്ങളിവിടെ അമ്മയും ബാപ്പയും ഒരു ചെറിയ മകനേ ഉള്ളൂ. പിന്നെ ഒരു മകനുണ്ടായിരുന്നു. അവൻ മരിച്ചു പോയി. മരിച്ചിട്ട് കുറച്ചായി. നാട്ടുകാർ കിറ്റൊക്കെ തന്നിട്ട് സഹായം ചെയ്ത് കൈയാണ്. ചെലവിനൊന്നും ഒരു ഒഴിവില്ല. ഇവിടെ ഒക്കെ കാടായിരുന്നു. അങ്ങനെ ആടുള്ളത് വിറ്റ്, അത് 25 സെന്റ് വിറ്റ് ആദ്യം തന്നെ ഒരു മോളെ കെട്ടിക്കാനെല്ലാം കൂടിയാക്കി. അങ്ങനെ മലയിലേക്ക് പോകണം. അതിപ്പം 2 ആൾക്ക് പുരയില്ല, ഒന്നുമില്ല. ഒരു കൂലിപ്പുരയെ കൂടുക. സ്ഥലവും പുരയില്ലാത്ത ആൾക്കാരെ അങ്ങോട്ട് വരും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളവരാ വരിക. ഒരേത്തേക്ക് പോയാൽ മക്കൾക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എനിക്കിതൊക്കെ ഇവിടെ തന്നെ അങ്ങനെ ഇതാക്കി മതി. മക്കൾ പിന്നെ ഒരു കുറിഞ്ഞിലൊരു പുര ഉണ്ടായി കൂടിയിട്ട് കാണാനായി നമുക്ക് പോകും. ഇപ്പം സാധിച്ചില്ല, എന്നോ സാധിക്കായിരിക്കും. ഇത് കോഴിക്കോട് ജില്ലയിലെ മലയോരത്തെ ഒരു പ്രദേശത്തിൻ്റെ ചെറിയ ഒരു ചിത്രം മാത്രം. നമ്മുടെ സഹജീവികൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ്. ഭക്ഷണവും വസ്ത്രവും മരുന്നും പഠനോപകരണങ്ങളും നൽകി ആവും വിധം കനിവ് ഇവരോടൊപ്പമുണ്ട്. എക്കാലത്തും ആശ്രിതരെ മാത്രം ഉണ്ടാക്കിവിടുന്ന ചാരിറ്റി പ്രോഗ്രാമുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാശ്രയമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നാം ഇറങ്ങിത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കനിവ് ഗ്രാമം, സ്പ്രിങ്കിൾസ് ഓഫ് ലവ്.